നെക്സ്റ്റ് നമ്മൾ പവറാണ് ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് യു മീൻ ബൈ പവർ? Power is defined as the rate of doing work or work done per unit time. ഒരു പർട്ടിക്കുലർ ടൈമിൽ എന്തുമാത്രം നമ്മൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പവർ എന്ന് പറയുന്നത്, അല്ലേ? റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. ഇപ്പോൾ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവൈഡഡ് ബൈ ടൈം, അല്ലേ? ഒരു പർട്ടിക്കുലർ ടൈമിൽ വിത്ത് റെസ്പെക്ട് ടു വർക്ക് എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം, അല്ലെങ്കിൽ വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം. ഓക്കെ, അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ പെർ ടൈം. വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമായിരുന്നു എന്തായിരുന്നു? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, അല്ലേ? ഡിവൈഡഡ് ബൈ ടൈം. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ഓഫ് പവർ, പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ് ഓഫ് പവർ എന്ന് പറയുന്നത് ജൂൾ പെർ സെക്കൻഡ് ആണ്. ശരിയല്ലേ? നമുക്ക് വർക്കിൻ്റെ യൂണിറ്റ് എന്താണെന്ന് അറിയാം. എന്താണ്? ജൂൾ ആയിരുന്നു. അപ്പോൾ ജൂൾ ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡാണ്. അല്ലെന്നുണ്ടെങ്കിൽ പവറിൻ്റെ യൂണിറ്റിനെ കോമൺ ആയിട്ട് നമ്മൾ എന്താണെന്ന് പറയുന്നത്? വാട്ട് എന്നാണ് പറയുന്നത്, അല്ലേ? വാട്ട്. അപ്പോൾ 1 വാട്ട് എന്ന് പറയുന്നത് എന്താണ്? ജൂൾ, 1 ജൂൾ പെർ സെക്കൻഡ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ടൈം, അല്ലേ? ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഡിസ്റ്റൻസ് മൂവ്ഡ് മീറ്റർ, ടൈം സെക്കൻഡ്, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ്. ഓക്കെ, ദെൻ അനദർ കോമൺ യൂണിറ്റ് ഓഫ് പവർ ഈസ് ദി ഹോഴ്സ് പവർ. നമ്മൾ നോർമലി പവറിൻ്റെ യൂണിറ്റ് ഹോഴ്സ് പവറിൽ പറയാറുണ്ട്, ശരിയല്ലേ? ഹോഴ്സ് പവറിൽ നമ്മൾ പവറിൻ്റെ യൂണിറ്റ്, നമ്മളിപ്പോൾ ഒരു മോട്ടർ വാങ്ങുകയാണെന്നുണ്ടെങ്കിലോ ഒക്കെയാണെന്നുണ്ടെങ്കിലോ മോട്ടറിൻ്റെയൊക്കെ പവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? ഹോഴ്സ് പവറിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഹോഴ്സ് പവറിൽ 1 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എത്രയാണ് വാല്യൂ എന്ന് നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് സിസ്റ്റം ഉണ്ട്, മെട്രിക് സിസ്റ്റം. നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ പഠിച്ചതാണ്. ബ്രിട്ടീഷ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ FPA സിസ്റ്റം എന്ന് പറയും, മെട്രിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ MK സിസ്റ്റം എന്ന് പറയും. അപ്പോൾ ഒരു 1 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സിസ്റ്റത്തിലാണെന്നെങ്കിൽ 33,000 ഫീറ്റ് പൗണ്ട് പെർ മിനിറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ സെക്കൻഡിലാണെങ്കിലോ 50 ഫീറ്റ് പൗണ്ട് പെർ സെക്കൻഡ് എന്ന് പറയാം. ഓക്കെ, മെട്രിക് സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ 4,500 കിലോഗ്രാം മീറ്റർ പെർ മിനിറ്റ്, ഇൻ സെക്കൻഡിലാണെങ്കിലോ 75 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഈ കൺവേർഷൻ വാല്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ പവറിൻ്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മൾ കണ്ടുപിടിച്ച വാല്യൂവിനെ നമ്മൾ ഹോഴ്സ് പവറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ വാല്യൂസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ വാല്യൂസ് പഠിക്കുക. ഓക്കെ, ദെൻ 1 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എത്ര വാട്ടാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. FPS സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ 746 വാട്ടാണ് എന്തെന്ന് പറയുന്നത്? 1 ഹോഴ്സ് പവർ. ഇൻ MK സിസ്റ്റം ആണെന്നുണ്ടെങ്കിലോ 1 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 735.5 വാട്ടാണ്. ദെൻ പവർ ഓഫ് ആൻ എൻജിൻ ഈസ് ക്ലാസിഫൈഡ്. ഒരു എൻജിൻ്റെ പവറിനെ നമ്മൾ 2ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ അഥവാ IHP, 2 ബ്രേക്ക് ഹോഴ്സ് പവർ അഥവാ BHP. ഓക്കെ, എന്താണ് ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ എന്ന് നമുക്ക് നോക്കാം. ദി പവർ ആക്ച്വലി ജനറേറ്റഡ് ബൈ ദി എൻജിൻ ഓർ ജനറേറ്റർ ഈസ് കോൾഡ് ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ. എന്ന് പറഞ്ഞാൽ ഒരു എൻജിൻ ഓൾറെഡി നോർമലി ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം പവറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ഒരു എൻജിൻ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം പവറിനെ, അതെങ്കിൽ ദി പവർ ആക്ച്വലി ജനറേറ്റഡ് ബൈ ദി എൻജിൻ, അല്ലേ? ആ എൻജിൻ ആക്ച്വലി ആയിട്ട് മൊത്തം പവർ ജനറേറ്റ് ചെയ്യുന്ന മൊത്തം പവറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ബ്രേക്ക് ഹോഴ്സ് പവർ, അല്ലേ? ദി പവർ അവൈലബിൾ ടു ഡു യൂസ്ഫുൾ വർക്ക് ഈസ് കാൾഡ് ബ്രേക്ക് ഹോഴ്സ് പവർ. എന്ന് പറഞ്ഞാൽ നമ്മളൊരു എൻജിൻ മൊത്തത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന പവറിനെ നമ്മൾ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ എന്ന് പറഞ്ഞു. നിങ്ങളൊരു കാറ് അസ്യൂം ചെയ്തേ, ഒരു കാറിനെ നമ്മൾ വിചാരിക്കുക. അപ്പോൾ കാറിന് ഒരു എൻജിനുണ്ട്. ആ എൻജിൻ മൊത്തത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന പവറിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ എന്ന് പറയുന്നു. ആ കാറിൻ്റെ എൻജിനിൽ നിന്നുള്ള പവർ നമുക്ക് എവിടെ വരണം? കാറിൻ്റെ ടയറിൽ വരണം, ശരിയല്ലേ? അപ്പോൾ ആ എൻജിനിൽ നിന്നുള്ള പവറിനെ കാറിൻ്റെ ടയറിൽ വരണമെങ്കിൽ എൻജിൻ കഴിഞ്ഞ് പിന്നെ ഗിയർ ബോക്സിൽ നിന്ന് പിന്നെ അങ്ങനെ പവർ ട്രാൻസ്മിറ്റ് ചെയ്ത് വേണം എവിടെ വരേണ്ടത്? ടയറിൽ വരേണ്ടത്. ഇനി ടയറിൽ വന്നാലും പോരാ, ഈ പവർ നമ്മൾ എവിടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്? റോഡിലാണ്, ശരിയല്ലേ? അപ്പോൾ ഒരു ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ എൻജിനിൽ മാത്രം ഡെവലപ്പ് ചെയ്യുന്ന പവറിനെ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ എന്ന് പറയുന്നു. അത് ടയറിൽ വരുമ്പോൾ ഉള്ള പവറിനെ ബ്രേക്ക് ഹോഴ്സ് പവർ എന്ന് പറയുന്നു. അപ്പോൾ ഇൻഡിക്കേറ്റഡ് പവർ അല്ലെങ്കിൽ എൻജിനിൽ ഡെവലപ്പ് ചെയ്യുന്ന പവർ ടയറിൽ വരുമ്പോൾ ഒരുപാട് ലോസുകൾ സംഭവിക്കൂലേ? അത് വന്നിട്ട് നേരെ ഗിയർ ബോക്സിൽ കുറേ ഫ്രിക്ഷൻ ലോസ് ഉണ്ടാവും. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വഴിയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് സ്ഥലത്ത് കുറേ ലോസുകളുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ 100% പവർ എൻജിൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏകദേശം ഒരു 55 60 അല്ലെങ്കിൽ 70% പവറായിരിക്കും നമുക്ക് എവിടെ വരുന്നത്? നമ്മുടെ
ടയറിൽ വരുന്ന. അപ്പോൾ ബാക്കി വരുന്നതെല്ലാം എന്താണ്? ലോസ് എന്ന് പറയും. അപ്പോൾ ടയറിൽ വരുന്ന അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് കിട്ടുന്ന പവറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. എഞ്ചിൻ മൊത്തം ഡെവലപ്പ് ചെയ്യുന്ന പവറിനെ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ എന്ന് പറയും. ഓക്കെ, ദെൻ ദി ബ്രേക്ക് ഹോഴ്സ് പവർ ഈസ് ഓൾവേസ് ലെസ് ദാൻ ഇൻഡിക്കേറ്റർ ഹോഴ്സ് പവർ. ഇൻഡിക്കേറ്റർ ഹോഴ്സ് പവറിനെക്കാട്ടിയും കുറവായിരിക്കും ബ്രേക്ക് ഹോഴ്സ് പവർ. ശരിയല്ലേ? കാര്യം അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ലോസുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ആ ലോസസ് എന്ന് നോക്കാം. ഇൻ ആൻ ഐഡിയൽ മെഷീൻ ബോത്ത് IHP ആൻഡ് BHPR. ഒരു ഐഡിയൽ മെഷീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസൈൻ വേണ്ടി അല്ലെങ്കിൽ ഇതിൻ്റെ തിയററ്റിക്കൽ ആപ്ലിക്കേഷന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു എഞ്ചിനാണ് ഐഡിയൽ മെഷീൻ. അവിടെ ഇൻഡിക്കേറ്റർ ഹോഴ്സ് പവറും ബ്രേക്ക് ഹോഴ്സ് പവറും സെയിം ആയിട്ടുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ വരുന്ന കണ്ടീഷനിൽ ഇത് ലോസുകളില്ല. ബട്ട് ഇൻ പ്രാക്ടിക്കൽ കണ്ടീഷൻ, നമ്മുടെ പ്രാക്ടിക്കൽ കണ്ടീഷനിൽ ഒരിക്കലും ഇൻഡിക്കേറ്റർ ഹോഴ്സ് പവറും ബ്രേക്ക് ഹോഴ്സ് പവറും സെയിം ആയിരിക്കില്ല, നമുക്കറിയാം. ഓക്കെ, സം പ്രാക്ടിക്കൽ കണ്ടീഷൻ ദെയർ ആർ എ ഫ്രിക്ഷൻ ആൻഡ് അതർ ലോസസ് ഇൻ മെഷീൻ ഡ്യൂ ടു മൂവിങ് ആൻഡ് റൊട്ടേറ്റിംഗ് പാർട്സ് ഓഫ് ദി മെഷീൻ. അല്ലെങ്കിൽ ഒരു എഞ്ചിൻ അല്ലെന്നുണ്ടെങ്കിൽ മെഷീനിൽ ഇഷ്ടം പോലെ മൂവിങ് പാർട്സുകളുണ്ട്, റൊട്ടേറ്റിംഗ് പാർട്സുകളുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഫ്രിക്ഷൻ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പവർ ലോസുകൾ സംഭവിക്കും. ഓക്കെ, സോ ദി ഔട്ട്പുട്ട് പവർ ഈസ് ആൾവേസ് ലെസ് ദാൻ ദി ഇൻപുട്ട് പവർ ഡ്യൂ ടു ഫ്രിക്ഷൻ. ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് എപ്പോഴും ഇൻപുട്ട് പവറിനെക്കാട്ടിയും കുറവായിരിക്കും. നമ്മളെ ഒരു എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഇൻപുട്ട് പവർ അല്ലെങ്കിൽ നമുക്ക് ഇൻപുട്ട് അകത്തേക്ക് കൊടുത്ത പവർ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ പവർ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവറാണ്. ശരിയല്ലേ? ഇനി നമുക്ക് അവിടെ യൂസ്ഫുൾ ആയിട്ട് കിട്ടിയ പവർ എന്ന് പറയുന്നത്, നമ്മൾ യൂസ് ചെയ്ത പവർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ട്, അല്ലേ? അപ്പോൾ ഒരു എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ബ്രേക്ക് ഹോഴ്സ് പവർ, അല്ലേ? അപ്പോൾ നോക്കിയേ, ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് പ്ലസ് ലോസസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് ഇൻപുട്ട് പവറിൽ നിന്ന് ലോസസ് കുറച്ചതിന് ശേഷമുള്ളതാണ് നമുക്കിവിടെ കിട്ടിയ ഔട്ട്പുട്ട് പവർ. അതായത് നമ്മുടെ ഇവിടുത്തെ ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് എന്താണ്? ബ്രേക്ക് ഹോഴ്സ് പവർ. നമ്മുടെ ഇൻപുട്ട് പവർ ഏതാണ്? ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ, അല്ലേ? അപ്പോൾ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത് ബ്രേക്ക് ഹോഴ്സ് പവറും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ലോസുകളും കൂടെ കൂട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ. അതാണ് ഇവിടുത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെക്കാനിക്കൽ എഫിഷ്യൻസി അല്ലെങ്കിൽ എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കാം? ഇറ്റ് ഈസ് ദി റേഷ്യോ ബിറ്റ്വീൻ ദി ഔട്ട്പുട്ട് പവർ ആൻഡ് ദി ഇൻപുട്ട് പവർ ഓഫ് എ മെഷീൻ. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാത്തിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ടാണ്. അപ്പോൾ ഇവിടെ എഞ്ചിൻ്റെ എഫിഷ്യൻസി ആയതുകൊണ്ട് നമ്മൾ അതിന് എന്തെന്ന് പറയുന്നു? ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ എന്ന് പറയുന്നു. അപ്പോൾ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ, എഫിഷ്യൻസി നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? പേഴ്സൻറ്റേജ് സിമ്പിളിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഇറ്റ്സ് സിമ്പിൾ ഈസ് ന്യൂ എന്നും പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പേഴ്സൻറ്റേജ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ ഇൻറ്റു 100. ശരിയല്ലേ? അപ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഇൻറ്റു 100. അപ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്താണ്? ഒരു എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഔട്ട്പുട്ട് എന്താണ്? ബ്രേക്ക് ഹോഴ്സ് പവർ. ഇവിടുത്തെ ഇൻപുട്ട് എന്താണ്? ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ ഇൻറ്റു 100. മനസ്സിലായോ? പവറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പവർ? പവറിൻ്റെ പല ടൈപ്സ് ഓഫ് യൂണിറ്റ് നമ്മൾ പഠിച്ചു. ഓക്കെ, അതിൽ ഹോഴ്സ് പവർ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് നോക്കി. അതിനുശേഷം എഫിഷ്യൻസി എന്താണെന്ന് നോക്കി. ഇനി ഇതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന കുറച്ച് പ്രോബ്ലംസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യണം. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ ബോഡി വെയിങ് 250 kilogram is moved through 225 meter in 75 seconds. Find the power required. നമുക്ക് തന്നിട്ടുള്ള എന്തെന്ന് നോക്കാം. എ ബോഡി വെയിങ് 250 kilogram. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 250 kilogram. അപ്പോൾ ഇവിടുത്തെ വെയിറ്റിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യണം? ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, ദെൻ ത്രൂ 225 meter എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് 225 meter ഇൻ 75 seconds എന്ന് പറയുമ്പോൾ ടൈമാണ് തന്നിട്ടുള്ളത്. എന്ത് കണ്ടുപിടിക്കണം? പവർ കണ്ടുപിടിക്കണം. പവർ എന്ന് പറയുന്നത് നമുക്കറിയാം എന്തായിരുന്നു? പവർ എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ യൂണിറ്റ് ടൈം. ശരിയല്ലേ? വർക്ക് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് വർക്ക്, ദെൻ ഇവിടുത്തെ ടൈം. ഓക്കെ, ഫോഴ്സ് എത്രയാണ്? 250 kilogram. ഡിസ്റ്റൻസ് എത്രയാണ്? 225 meter. ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? 75 seconds. ശരിയല്ലേ? നമുക്ക് നോക്കാം. 250 ഇൻറ്റു 225. ഓക്കെ, ഡിവൈഡഡ് ബൈ 75 എത്ര വന്നു? 750. 750 യൂണിറ്റ് നോക്കിയേ. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു ഇവിടുത്തെ? കിലോഗ്രാം. ദെൻ ഡിസ്റ്റൻസ് മീറ്റർ, ടൈം സെക്കൻഡ്. പവറിൻ്റെ യൂണിറ്റ് അല്ലേ? 750 kilogram meter per second. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഹോഴ്സ് പവർ ഓഫ് ആൻ എഞ്ചിൻ. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹോഴ്സ് പവർ, HP ആണ് കണ്ടുപിടിക്കേണ്ടത്. ടു ലിഫ്റ്റ് എ വെയിറ്റ് ഓഫ് 2 ton. വെയിറ്റ് എന്ന് പറയുന്നത് 2
ടൺ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ടണ്ണിനെ നമ്മൾ കിലോഗ്രാം ആക്കണം, ശരിയല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? 2 × 1000 ചെയ്യുമ്പോൾ അത് കിലോഗ്രാമിലാണ്, അതായത് 2000 കിലോഗ്രാം. ഒരു ടണ്ണെന്ന് പറയുന്നത് 1000 കിലോഗ്രാം. നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ പഠിച്ചതാണ്. ഓക്കെ, ദെൻ ടു എ ഹൈറ്റ് ഓഫ് 30 മീറ്റർ, ഹൈറ്റ് ഓഫ് 30 മീറ്റർ, അതായത് ഇവിടുത്തെ ഡിസ്റ്റൻസ് 30 മീറ്റർ, ഇൻ 2 മിനിറ്റ്സ് ടൈം. 2 മിനിറ്റ്സ് എന്നാണ് തന്നിരിക്കുന്നത്. മിനിറ്റിനെ നമ്മൾ എന്താക്കണം? സെക്കൻഡ് ആക്കണം. അപ്പോൾ 2 × 60 ആണ്, അപ്പോൾ 120 സെക്കൻഡ് എന്ന് കിട്ടും, ശരിയല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കുക? പവർ കണ്ടുപിടിക്കുക. പവർ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്കതിനെ ഹോഴ്സ് പവറിലേക്ക് കൺവേർട്ട് ചെയ്യാം. പവർ ഈസ് ഈക്വൽ ടു എന്താണ്? വർക്ക് ഡൺ ബൈ ടൈം. വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം, ശരിയല്ലേ? ഫോഴ്സ് എത്രയാണ്? അതായത് ഇവിടുത്തെ വെയിറ്റ് തന്നെയാണ് ഇവിടുത്തെ ഫോഴ്സ്, 2000 ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? 30 മീറ്റർ ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? 120 സെക്കൻഡ്, ശരിയല്ലേ? നമുക്ക് ചെയ്ത് നോക്കാം. ഈ സീറോയും ക്യാൻസൽ ചെയ്ത് പോയി. 200 × 30 ഡിവൈഡഡ് ബൈ 12 എത്ര വന്നു? 500. യൂണിറ്റ് എത്രയാണ്? ഫോഴ്സിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, ഇവിടുത്തെ യൂണിറ്റ് കിലോഗ്രാം, ഡിസ്റ്റൻസ് മീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ്. 500 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് വേണ്ടത് ഇപ്പോൾ ഈ യൂണിറ്റിലല്ല, നമുക്ക് എന്തിൽ വേണം? ഹോഴ്സ് പവറിൽ വേണം, ശരിയല്ലേ? നമ്മൾ പഠിച്ചല്ലേ? അതായത് 1 HP എന്ന് പറയുന്നത് 75 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡാണ്. 1 HP നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്കിതിനെ ഹോഴ്സ് പവറിലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം? 500 ഡിവൈഡഡ് ബൈ 75 നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 500 ഡിവൈഡഡ് ബൈ 75 എത്ര വന്നു? 6.66 HP. അപ്പോൾ ഇവിടുത്തെ ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എത്രയാണ്? 6.66 HP. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദി IHP ഓഫ് ആൻ എൻജിൻ ഈസ് 35, ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ 35 തന്നിട്ടുണ്ട്. ഇറ്റ്സ് മെക്കാനിക്കൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 70%. അതായത് പെർസെൻറ്റേജ് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യുക? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 0.70 തന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻഡ് ഇറ്റ്സ് BHP. എന്ത് കണ്ടുപിടിക്കണം? BHP. നമുക്കറിഞ്ഞൂടെ എന്താണ്? എഫിഷ്യൻസി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഇവിടുത്തെ ഔട്ട്പുട്ട് എന്താണ്? BHP ഡിവൈഡഡ് ബൈ IHP ആയിരുന്നു അല്ലേ എഫിഷ്യൻസി. സോ എഫിഷ്യൻസിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 70%, അതായത് 0.70 ഈസ് ഈക്വൽ ടു BHP ഡിവൈഡഡ് ബൈ IHP എത്രയാണ്? 35. നമ്മളിവിടെ ഒരു 1 കൊടുത്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, 0.70 × 35 ഈസ് ഈക്വൽ ടു 1 × BHP. Therefore BHP ഈസ് ഈക്വൽ ടു എന്താണ്? 0.70 × 35 എത്ര വന്നു? 24.5 ആണല്ലേ? 24.5 ആണ് എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ ഹോഴ്സ് പവർ, ശരിയല്ലേ? ബ്രേക്ക് ഹോഴ്സ് പവർ മനസ്സിലായോ?